Hi friends, welcome back to my channel 1 Million Shades. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പെൻസിൽസിനെ കുറിച്ചുള്ള ഒരു കമ്പാരിസൺ ആണ്. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ് വരയ്ക്കാനായിട്ട് നല്ല ബ്രാൻഡ്, അതുപോലെ ആർട്ട് ലൈൻ നല്ല ബ്രാൻഡ് ആണോ, അതുപോലെ അതിനേക്കാൾ നല്ല ബ്രാൻഡ് ഏതാണ്, കുറേ ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ പോവാണ്. ഏത് പെൻസിൽസ് ആണ് ബെറ്റർ എന്ന് നമ്മൾ ഇന്ന് കണ്ടുപിടിക്കും. ഞാൻ എൻ്റെ കയ്യിലുള്ളത് ക്യാമലിൻ, ആർട്ട് ലൈൻ, ബ്രിസ്റ്റോ, അതുപോലെ സ്റ്റേഡ്ലർ ആണ്. അപ്പോൾ ഇതൊക്കെ കമ്പയർ ചെയ്തിട്ട് ഏതാണ് വരയ്ക്കാൻ ബെറ്റർ എന്ന് നമ്മൾ ഇന്ന് കണ്ടുപിടിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് പോവാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇടാനൊക്കെ ഇപ്പോൾ ലേറ്റ് ആവുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ക്ലാസ് ഒക്കെ തുടങ്ങിയതുകൊണ്ട് വീഡിയോ ഇടാനും അതുപോലെ എഡിറ്റ് ചെയ്യാനൊക്കെ സമയം കിട്ടണില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കമ്പാരിസൺ ചെയ്യാൻ പോകുന്നത് ക്യാമലിന്റെ പെൻസിൽസ് ആണ്. ഇപ്പൊ എന്റെ അധികം പെൻസിൽസ് ഇല്ല. ഞാൻ മുമ്പ് ഇത് യൂസ് ചെയ്ത് വരച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇത് യൂസ് ചെയ്യാറില്ല. അപ്പോൾ അധികം എന്റെ ഇല്ല. അപ്പൊ നമുക്ക് ഉള്ളത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കി നോക്കാം. ഇപ്പൊ എൻ്റെ ഉള്ളത് 2B, 5B പിന്നെ 9B ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇനി എത്രമാത്രം പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടെന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം. ഞാനിവിടെ ആദ്യം തന്നെ 2B ആണ് എടുത്തേക്കണേ. 2Bക്ക് കമ്പാരിറ്റീവ്ലി കുറച്ച് ഡാർക്ക്നെസ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ആണ്, പക്ഷേ സ്മൂത്ത്നെസ് ഒക്കെ കുറവാണ് ബാക്കി ബ്രാൻഡ്സിനൊക്കെ വെച്ച് നോക്കുമ്പോൾ. ഇനി നെക്സ്റ്റ് നമുക്ക് 5B എടുത്ത് നോക്കി നോക്കാം. 5B ഇപ്പോൾ ഷെയ്ഡിയും വേണ്ട. 5Bയും 2Bയും തമ്മിൽ അധികം ഡിഫറൻസ് ഇല്ല അതിൻ്റെ പിഗ്മെൻറ്റേഷൻ തമ്മിൽ. ഇപ്പം നമ്മൾ വേറെ ബ്രാൻഡ്സ് ഒക്കെ ആണെങ്കിൽ 2Bയും 3Bയും തമ്മിൽ തന്നെ അത്യാവശ്യം ഒരു നല്ല ഡിഫറൻസ് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ 5B ആയിട്ട് തന്നെ 2Bനേക്കാളും അധികം ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യണില്ല. നെക്സ്റ്റ് 9B ആണ്. 9B പിന്നെയും കുറച്ചുകൂടി ബ്രൈറ്റ്നെസ് ഉണ്ട്. അതുപോലെ 5B, 2B. ഈ പിക്കൊക്കെ ഞാൻ ഈ ക്യാമലിൻ്റെ പെൻസിൽ വെച്ച് വരച്ചതാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം പിഗ്മെൻറ്റേഷനൊക്കെ കുറവാണ്. എന്നാലും ഓക്കെ പെൻസിൽ എന്ന് പറയാം, അത്ര അടിപൊളിയൊന്നുമല്ല. നെക്സ്റ്റ് പെൻസിൽസ് ആണ് ആർട്ട് ലൈൻ്റെ പെൻസിൽസ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെൻസിൽസ് ആണ്, ബിഗിനേഴ്സിനൊക്കെ നല്ലതാണ്. പക്ഷെ ഇതിന് കുറച്ച് പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ ചില പെൻസിൽസിന് ഒട്ടും ബ്ലാക്ക്നെസ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ 6B ഒക്കെ യൂസ് ചെയ്യുമ്പോൾ 2Bയുടെ ബ്ലാക്ക് കിട്ടുക അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഇതിന് വരുന്നുണ്ട്. അല്ലാത്ത വെച്ച് നോക്കുമ്പോൾ ഇത് കുഴപ്പമില്ലാത്തൊരു പെൻസിലാണ്. പിന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് 70 രൂപയാണ്. ഈ സെറ്റിന് മൊത്തം 70 ആണ് വരണത്. അപ്പോൾ ഇതിനകത്ത് 6 പെൻസിൽസ് ആണ് ഉള്ളത്. അപ്പൊ കുഴപ്പമില്ലാത്ത പെൻസിലാണ്. 70 രൂപയ്ക്ക് 6 പെൻസിൽ കിട്ടും. അതുപോലെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബ്രാൻഡാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ ആർട്ട് ലൈൻ്റെ പെൻസിൽ സ്റ്റാർട്ടിങ് HB തൊട്ടാണ്. അപ്പോൾ HB നമുക്കറിയാലോ ബ്രൈറ്റ്നെസ് കുറവായിരിക്കും. ഇനി നെക്സ്റ്റ് 2B ആണ്. ഇതിൽ HB, 2B, 4B അങ്ങനത്തെ റേഞ്ചിലാണ് വരണേ. 2B HBനേക്കാളും ഡാർക്കറാണ്. നെക്സ്റ്റ് 4B എടുക്കാം. 4B ഒക്കെ ചെറുതാണ്. ഞാൻ ഈ ആർട്ട് ലൈൻ്റെ പെൻസിൽസ് കുറേ പിക്ക് വരയ്ക്കാനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഈ സെറ്റ് വാങ്ങിച്ചിട്ട് ഞാൻ കുറേ പിക്ക് വരച്ചിട്ടുണ്ട്. ഇപ്പോൾ പെൻസിൽസൊക്കെ കഴിയാറായിട്ടുണ്ട്. പിന്നെ ഇതിനൊരു പ്രശ്നം എനിക്കുണ്ടായിരുന്നത് ഇപ്പോൾ കണ്ടോ 4Bയും 6Bയും തമ്മിൽ അധികം ഡിഫറൻസ് ഉണ്ടായിരുന്നില്ല. രണ്ടും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ് എനിക്ക് തോന്നണത്. ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി എല്ലാ പെൻസിൽസും കുഴപ്പമില്ല. 8Bയും 10Bയും അതുപോലെ തന്നെ അത്യാവശ്യം ഡാർക്കറാണ്, കുഴപ്പമില്ല. ഇപ്പം നമുക്ക് ആ റേഞ്ച് നോക്കുമ്പോൾ HB തൊട്ട് 10B വരെ ഉള്ളത് വലിയ കുഴപ്പമില്ലാത്തൊരു റേഞ്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഈ പിക്കൊക്കെ ഞാൻ ആർട്ട് ലൈൻ വെച്ചിട്ട് വരച്ചതാണ്. അത്യാവശ്യം നല്ല പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ള പെൻസിൽസാണ്. ഞാൻ ഒരുപാട് ഡ്രോയിങ്സ് ചെയ്തിട്ടുള്ളതാണ് ഇത് വെച്ചിട്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ബ്രാൻഡാണ്. ഇനി നെക്സ്റ്റ് എന്ന് വെച്ചാൽ ബ്രിസ്റ്റോൻ്റെ പെൻസിൽസ് ആണ്. ഇതിനകത്ത് 12 പെൻസിൽസ് ആണ് വരണേ. 2H മുതൽ 10B വരെയുള്ള പെൻസിൽസ് ഉണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ പെൻസിൽസ് കിട്ടും നമുക്ക്. ഭയങ്കര കുറേ റേഞ്ചുള്ള പെൻസിൽസ് കിട്ടും. അതുപോലെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 350 ആണെന്ന് തോന്നുന്നു. 350-ന് മുകളിലുണ്ട്, 400-നൊക്കെ താഴെ. എത്രയും കറക്റ്റ് ഓർമ്മയില്ല, ഏകദേശം ആ റേഞ്ചിലാണ് വരണേ. ഞാനിതിപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. പുതിയത് വാങ്ങിച്ച സെറ്റാണ്. യൂസ് ചെയ്തപ്പോൾ തന്നെ നല്ല ഇഷ്ടപ്പെട്ടു. അതുപോലെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള പെൻസിൽസ് ആണ്. അതുപോലെ വുഡും ഒക്കെ നല്ലതാണ്. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു ബ്രാൻഡാണ്. അപ്പോൾ ആർട്ട് ലൈൻ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു ബ്രാൻഡ് ചൂസ് ചെയ്യാനായിട്ട് ഇത് ഒരു ബെറ്റർ ഓപ്ഷനാണ്. അപ്പോൾ ഇനി നമുക്ക് ബ്രിസ്റ്റോൻ്റെ പെൻസിൽസ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം. ഇതിൻ്റെ സ്റ്റാർട്ടിങ് 2H മുതലാണ്. 2H എന്ന് വെച്ചാൽ ഏറ്റവും ലൈറ്റർ ഷെയ്ഡാണ്. അത് കഴിഞ്ഞ് വരുന്നതാണ് H,
എച്ചും 2Hനേക്കാളും കുറച്ചും കൂടി ഡാർക്കർ ആയിരിക്കും. പക്ഷേ എച്ചും 2H എച്ച് വരണതൊക്കെ ലൈറ്റർ ഷെയ്ഡ്സ് ആയിരിക്കും, H 2H അതൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് ബി വരില്ലേ, ബി എന്ന് വെച്ചാൽ 2B 3B അങ്ങനെ വരുന്തോറും ഡാർക്ക്നെസ് കൂടി വരും. പക്ഷേ എങ്ങനെയെന്ന് വെച്ചാൽ H 2H 3H അങ്ങനെ പോകുന്തോറും ബ്രൈറ്റ്നെസ് കുറഞ്ഞു വരും, ഡാർക്ക്നെസ് കുറഞ്ഞു വരും. അങ്ങനെയാണ് സംഭവം. അപ്പോൾ H കഴിഞ്ഞ് പിന്നെ HB ആണ്, അത് കഴിഞ്ഞ് B വരും. അപ്പോൾ ഈ ബ്രിസ്റ്റോൻ്റെ എനിക്ക് ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് തോന്നിയിട്ടെന്ന് വെച്ചാൽ ഇതിൽ വൈഡ് റേഞ്ച് ഓഫ് പെൻസിൽസ് ഉണ്ട്. അപ്പോൾ നമുക്ക് 2H മുതൽ 10B വരെയുള്ള പെൻസിൽസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ഷെയ്ഡ്സ് ഉള്ള പെൻസിൽസ് വെച്ച് നമുക്ക് ഷെയ്ഡ് ചെയ്ത് എടുക്കാൻ പറ്റും ഒരു പിക്ക് വരയ്ക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ 3B ആണ് ചെയ്തുകൊണ്ടിരിക്കണേ. എല്ലാ റേഞ്ചും എല്ലാ പെൻസിൽസ് തമ്മിൽ അത്യാവശ്യം ഒരു ഡിഫറൻസ് വരുന്നുണ്ട് ആ ഷെയ്ഡ് തമ്മിൽ. 4B ആയാലും 3Bനേക്കാളും അത്യാവശ്യം നല്ലൊരു ഷെയ്ഡ് ഡിഫറൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ 5B ആണ് എടുത്തേക്കണേ. 5B 4Bനേക്കാളും ബ്രൈറ്ററാണ്, ഡാർക്കറാണ്. നെക്സ്റ്റ് 6B എടുത്തിട്ടുണ്ട്, അതിനേക്കാളും ഡാർക്കറാണ്. അപ്പോൾ അങ്ങനെ പോണു. അപ്പോൾ ഇതെന്ന് വെച്ചാൽ അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുള്ള പെൻസിൽസാണ്. ഷെയ്ഡ് ചെയ്യാനും കുറച്ചും കൂടി നല്ല സ്മൂത്ത് ആയിട്ടുള്ളതുകൊണ്ട് നല്ല സുഖമായിട്ട് നമുക്ക് ഷെയ്ഡ് ചെയ്തെടുക്കാം പിക്കൊക്കെ. അപ്പോൾ നമുക്ക് വരയ്ക്കാനായിട്ട് ഒത്തിരി എളുപ്പമുണ്ടാവും. അപ്പോൾ നമ്മളിതിൻ്റെ ഷെയ്ഡ്സ് നോക്കുമ്പോൾ നമുക്കൊരു വൈഡ് റേഞ്ച് ഓഫ് ഷെയ്ഡ്സ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 10B ഒക്കെ നല്ല ഡാർക്കറാണ്. അപ്പോൾ എനിക്ക് ഈ പെൻസിൽസ് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നല്ല ബ്രാൻഡാണ്. ഇപ്പോൾ ഈ പിക്കൊക്കെ ഞാൻ ബ്രിസ്റ്റോൻ്റെ പെൻസിൽസ് വെച്ച് വരച്ചതാണ്. അത്യാവശ്യം നല്ല പിഗ്മെൻറ്റേഷനും അതുപോലെ സോഫ്റ്റ്നെസ്സും ഷെയ്ഡ് ചെയ്യുമ്പോൾ ഒക്കെ നല്ല സ്മൂത്തായിട്ട് ബ്ലെൻഡ് ആവണതൊക്കെയാണ്. ഇനി നെക്സ്റ്റ് പെൻസിൽ ബ്രാൻഡ് എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് ക്വാളിറ്റിയിലുള്ളതാണ് സ്റ്റാഡ്ലർ. അപ്പോൾ നമുക്കത് അതിന് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, അതാണ് ഏറ്റവും ബെറ്റർ എന്ന് നമുക്കറിയാം. അപ്പോൾ എൻ്റെ ആ കൂടി സ്റ്റാഡ്ലറിൻ്റെ ഒരു പെൻസിലുള്ളൂ, ഇത് 8B ആണ്. ഇത് ഒറ്റ പെൻസിലിന് തന്നെ 100 രൂപയാണ് റേറ്റ്. പെൻസിലിൻ്റെ ക്വാളിറ്റീനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് പിഗ്മെൻറ്റേഷനും അടിപൊളിയാണ്, അതുപോലെ നല്ല സ്മൂത്ത്നെസ് ഉള്ള പെൻസിൽസാണ്. എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള പെൻസിൽസാണ്. പക്ഷേ റേറ്റ് മാത്രം കുറച്ച് കൂടുതലാണ്. മീൻസ് ഇപ്പോൾ ബിഗിനറൊക്കെ ആണെങ്കിൽ സ്റ്റാഡ്ലർ വാങ്ങിച്ച് യൂസ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. നമ്മൾ ചെറിയ പെൻസിൽസൊക്കെ യൂസ് ചെയ്ത് ബ്രിസ്റ്റോൻ്റെ പെൻസിലൊക്കെ യൂസ് ചെയ്ത് അതൊക്കെ അത്യാവശ്യം നന്നായി പഠിച്ച് ഷെയ്ഡിങ് ഒക്കെ പഠിച്ച് അതിന് ശേഷം നമ്മൾ അത്യാവശ്യം അഡ്വാൻസ്ഡ് ആയി നമുക്ക് തോന്നുമ്പോൾ സ്റ്റാഡ്ലർ വാങ്ങിച്ച് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഈ സ്റ്റാഡ്ലറിൻ്റെ പിഗ്മെൻറ്റേഷൻ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് 8B പെൻസിലാണ് ഞാൻ എടുത്തേക്കണേ. അത്യാവശ്യം നല്ല ഡാർക്കറാണ്, അതുപോലെ സ്മൂത്ത്നെസ് എന്ന് വെച്ചാൽ നല്ല സ്മൂത്താണ് ഷെയ്ഡ് ചെയ്യാനൊക്കെ. ഇനി ഞാനിവിടെ എടുത്തേക്കുന്നത് ക്യാമലിൻ്റെ, ആർട്ട്ലൈൻ്റെ, ബ്രിസ്റ്റോൺ അതുപോലെ സ്റ്റാഡ്ലറിൻ്റെ 8B പെൻസിലാണ്. അപ്പോൾ ഓരോ ബ്രാൻഡിൻ്റെയും 8B പെൻസിൽ തമ്മിൽ എന്ത് ഡിഫറൻസ് ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം ക്യാമലിൻ്റെ എടുത്തിട്ട് ഷെയ്ഡ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡാർക്ക്നെസ്സൊക്കെ ഇത്രയാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ആർട്ട് ലൈൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ ആർട്ട് ലൈൻ എടുക്കുമ്പോൾ നമുക്ക് ക്യാമലിൻ്റെ 9B ആണ് ഞാൻ യൂസ് ചെയ്തേക്കണം. എൻ്റെ 8B ഉണ്ടായിരുന്നില്ല. അപ്പോൾ ക്യാമലിൻ്റെ 9Bനേക്കാൾ ഡാർക്കറാണ് ആർട്ട് ലൈൻ്റെ 8B. അതിന് നെക്സ്റ്റ് നമുക്ക് ബ്രിസ്റ്റോൻ്റെ 8B എടുത്ത് നോക്കി നോക്കാം. അപ്പോൾ ബ്രിസ്റ്റോൻ്റെ 8B എന്ന് പറയുന്നത് ആർട്ട് ലൈനേക്കാളും ഇത്തിരി കൂടി ഡാർക്കറാണ്, അതുപോലെ സ്മൂത്ത്നെസ്സും കൂടുതലാണ്, ഷെയ്ഡ് ചെയ്യുമ്പോൾ സ്മൂത്ത്നെസ്. നെക്സ്റ്റ് സ്റ്റാഡ്ലറിൻ്റെ നമ്മൾ നോക്കുമ്പോൾ നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട്. 8Bക്ക് തന്നെ നല്ല ഡാർക്കർ ഷെയ്ഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ എല്ലാ പെൻസിൽസ് ഇപ്പോൾ കമ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാഡ്ലർ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ബ്രാൻഡ്. പക്ഷെ നമ്മൾ അതിൻ്റെ റേറ്റും കൂടി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ബ്രിസ്റ്റോ ആയിരിക്കും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ബെറ്റർന്ന്. കാരണം അത് 350 രൂപയ്ക്ക് ഓൾമോസ്റ്റ് നമുക്ക് 2H മുതൽ 10B വരെയുള്ള ഷെയ്ഡ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സാധാരണയൊക്കെ വരയ്ക്കാനൊക്കെ ആയിട്ട് ബ്രിസ്റ്റോ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പിന്നെ നിങ്ങൾക്ക് നല്ല അഡ്വാൻസ്ഡ് ആയിട്ട് ഭയങ്കരമായിട്ട് റിയലിസ്റ്റിക് ഒക്കെ ആയിട്ടുള്ളതൊക്കെ വരയ്ക്കാറാവുമ്പോൾ നിങ്ങൾ സ്റ്റാഡ്ലർ യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഏതൊക്കെ വീഡിയോസാണ് വേണ്ടതെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക.
അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഏത് കമൻറ്റാണോ വരുന്നത് അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പം അങ്ങനെ ചെയ്യാം. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാം. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.